എല്ലാവർക്കും നമസ്കാരം. ഞാൻ കണ്ട പ്രമുഖർ എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ആഴ്ച ഞാൻ കണ്ട പ്രമുഖരുടെ ലിസ്റ്റിലുള്ളത് സുരാജ് വെഞ്ഞാറമൂടാണ്. നമ്മുടെ സിനിമാ നടൻ സുരാജ് വെഞ്ഞാറമൂട്. അങ്ങനൊരു കോവിഡ് സമയമാണ് 2020. നമ്മൾ ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന സമയത്താണ്. അന്ന് നമ്മൾ വിബ്ജോർ ഓൺലൈൻ ചാനലൊക്കെ തുടങ്ങിയ സമയം. ഞാനും അശ്വിനും കൂടെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഒരു വാർത്ത കേട്ടായിരുന്നു, സുരാജ് ഏട്ടനെ വാമനപുരത്തൊരു ഉദ്ഘാടനത്തിന് എത്തുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും അദ്ദേഹം വീട്ടിൽ കാണും, അവിടെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അശ്വിനും കൂടെ നേരെ ബൈക്ക് എടുക്കുന്നു, ക്യാമറ ആയിട്ട് പോവുകയാണ്. നേരെ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടെത്തി അങ്ങ് ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇറങ്ങി വരുന്നു. ഞങ്ങൾ ചാനലിൽ നിന്നാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ നമ്മളെ കയറ്റി സിറ്റ് ഔട്ടിലിരുത്തി. കുറച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സുരാജേട്ടൻ ഇറങ്ങി വരുന്നത്. സുരാജേട്ടൻ വന്നോടനെ ഫോൺ വിളിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത്. എവിടെ നിന്നാണ്, ഏത് ചാനലാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വിബ്ജോർ TV നെടുമങ്ങാട് നിന്നാണ്, ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അദ്ദേഹം നമ്മളെങ്ങനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞേ, പിന്നെ ഇവിടെ ഏഷ്യാനെറ്റ് വിളിച്ചിട്ട് ഞാൻ ചെല്ലണില്ല, കൊറോണ ആയിട്ട് വീട്ടിൽ കിടന്നുകൂടെ, നിനക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് കേട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഒരു കിഴങ്ങനായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഓടി വന്ന് കാണാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു അടുത്ത് ഇങ്ങനെയാണോ പെട്ടെന്ന് കയറി വരും കോവിഡായിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹം കലിപ്പിലാണെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഞങ്ങൾ തിരിഞ്ഞ സമയത്ത് തന്നെ നാരങ്ങ വെള്ളം ഞങ്ങൾക്ക് കൊണ്ടു തന്നു അദ്ദേഹത്തിൻ്റെ വൈഫ്. ഡേയ് വെള്ളം കുടിച്ചിട്ട് പോയി, നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇരിഞ്ചയത്ത് നിന്നാണ് പറഞ്ഞത്. ഇരിഞ്ചയത്ത് നിന്നല്ലേ, വെള്ളം കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ വെള്ളം കുടിച്ചോടനെ ചോദിച്ചു, ഡേയ് നിങ്ങൾ സെൽഫി ഒന്നും എടുക്കണ്ടേ? അപ്പോൾ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ആശംസ വീഡിയോ തരുമോ വിബ്ജോർ TVക്ക്? അപ്പോൾ വിബ്ജോറ എന്തൊരു പൂറ് ഇങ്ങനെ ചോദിച്ചു. പിന്നെ ഇതേ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ആക്കുന്നതാണോ അതെ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണോ എന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ പദങ്ങൾ അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പോൾ ഉടനെ വന്ന് പിന്നെ പിടി എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ അശ്വിൻ ഉടനെ വന്നിട്ട് ക്യാമറ എടുത്തു. അപ്പോൾ തന്നെ ഓൺ നോക്കി. അപ്പോൾ പുറകിൽ TV വെച്ചേക്കാണ്. എടാ ഈ ബാക്കിലെ സൗണ്ട് എല്ലാം കൂടെ കയറി വരില്ലേന്ന് സുരാജേട്ടൻ ചോദിച്ചു. നിങ്ങൾക്കൊരു ബോധമില്ലെങ്കിൽ എടുക്കണേ, എനിക്ക് പറയണേ, എനിക്കൊരു ബോധം വേണ്ടേന്ന് ചോദിച്ചു. പിന്നെ പുറത്ത് മുറ്റത്തിറങ്ങിയെന്ന് വിബ്ജോർ TVക്ക് എല്ലാവിധ ആശംസകളും അദ്ദേഹം നേർന്നു. പിന്നെ ഞങ്ങൾ സെൽഫി എടുക്കുകയാണ്. ഹായ് നമസ്കാരം. നെടുമങ്ങാട്ടുള്ള വിബ്ജോർ ഓൺലൈൻ TVക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. സ്റ്റേ ഹോം സ്റ്റേ സേഫ്. സെൽഫി എടുത്ത് പിന്നെ അദ്ദേഹം നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളോട് കുറേ കഥകളും കുറേ കാര്യങ്ങളും ലൊക്കേഷൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അന്ന് ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സൂപ്പർ ആക്ടിങ് ആണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്നൊരു ബൈക്കിലൊരു ചേട്ടനും ചേച്ചിയും കൂടെ വന്ന് നിന്നു. സുരാജേട്ടൻ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സുരാജേട്ടൻ പിന്നെ എന്താ അറിഞ്ഞുകൂടാത്തത്? എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഉടനെ ഇറങ്ങി വന്നെ ചേച്ചി ഇറങ്ങി മുറ്റത്തോട്ട് കയറി വന്നു. ചേട്ടൻ അവിടെ നിന്നു. ഉടനെ തന്നെ നിങ്ങളെ കല്യാണം കഴിഞ്ഞല്ലേ? അയ്യോ ചേട്ടാ ഇതെൻ്റെ അച്ഛനാണ്, ചേട്ടൻ അറിഞ്ഞുകൂടി. സുരാജേട്ടൻ ആകെ അങ്ങ് ചമ്മിയിട്ട് ഞങ്ങളെ നോക്കിയിട്ട് പിന്നെ എന്താ അറിയാം, അയ്യോ ഞാൻ മാറിപ്പോയെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഞങ്ങളടുത്ത് പറഞ്ഞു ഇനി നെടുമങ്ങാട് വരുന്ന സമയത്ത് നമുക്ക് കാണാം, നമ്മുടെ ചാനലിൽ വരാം, ഇൻ്റർവ്യൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പോൾ അങ്ങനൊരു എക്സ്പീരിയൻസ് ആണ് സുരാജ് ഏട്ടനെ തമ്മിൽ. പിന്നീട് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് സുരാജ് ഏട്ടനെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായാലും പിന്നെ ഞങ്ങളുടെ സാംസ്കാരിക പരിപാടി. അത് കഴിഞ്ഞിട്ടൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത സന്തോഷത്തെ ഞങ്ങൾ വീട്ടിൽ വന്നു. അന്ന് വൈകിട്ടാണ് നമ്മുടെ വാമനപുരം MLAയും സുരാജ് ഏട്ടനും കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും അവിടെ കോവിഡ് സ്ഥിരീകരിച്ചു ആ ഫംഗ്ഷനിൽ വെച്ചിട്ട്. പിന്നെ രണ്ടുപേരും അന്ന് ക്വാറൻറ്റൈനിൽ പോയി. ഞങ്ങൾ ഈ ഫോട്ടോ ഒന്ന് സ്റ്റാറ്റസായിട്ട് ഇടുകയും ചെയ്തു. എല്ലാവരും കൂടെ പറഞ്ഞ് നീയൊക്കെ സുരാജിൻ്റെ അടുത്ത് നിന്നല്ലേ, നീയൊക്കെ ക്വാറൻറ്റൈനിൽ പോകണമെന്ന് പറഞ്ഞ് നല്ല രസമായിരുന്നു ആ സമയം. അപ്പോൾ അതാണ് സുരാജ് ഏട്ടനോട്ടൊരു ചിന്ന എക്സ്പീരിയൻസ്.